വരുന്നുണ്ട് അവള്. പല്ലവി അവളെ എവിടെയെങ്കിലും ഇരുത്തണ്ട, വേറെ എവിടെയെങ്കിലും പോയി ഇരിക്കട്ടെ. ഇനി അവളെ ഇവിടെ ഇരുത്താത്തതിൻ്റെ കുഴപ്പമില്ല. നിനക്ക് വേറെ ഒരു പണിയില്ല അനുപമേ. നിങ്ങൾ ഈ പേന എടുത്തിട്ട് എന്നെ കൂടി സീറ്റിലിരുത്തി എന്നെ കൂടി കൂടുവോ? അത് കൊള്ളാം. രാത്രിക്ക് ഇവിടെ തന്നെ ഇരുന്നാലേ പറ്റത്തുള്ള. എന്നാ ഞങ്ങൾ താസിമാരില്ലേ, ഞങ്ങൾ അങ്ങോട്ട് മാറി തരട്ടെ. എന്താടി ഇവള് പറഞ്ഞത് കേട്ടോ പല്ലവിന്? ഉപ്പത്തൊട്ടി കിടന്നവർക്ക് സപ്രപഞ്ചത്തിൽ കയറി ഇരിക്കണം പോലും. എന്നാ നിങ്ങൾ ഈ പേന എടുത്തിട്ട് എന്നെ കൂട്ടു കുടിക്കും. നല്ല പേനയാണല്ലോ. ആഹാ, നല്ല പേനയാണല്ലോ. ഇന്ന് അനുഭവം പിടിച്ചോ. 2 രൂപയുടെ പേന വന്നിട്ട് 2000 രൂപയുടെ പേരെണ്ണ പറച്ചില്. ഇന്നാ അവളുടെ ഒരു 2 രൂപയുടെ പേന കൊണ്ട് വന്നിരിക്കുന്ന അവളുടെ ഒരു പേന. നിങ്ങൾക്കിത് വേണ്ടായിരുന്നെങ്കിൽ ഞാൻ തരില്ലായിരുന്നല്ലോ. ഇങ്ങനെ എന്തിനാ വലിച്ചെറിഞ്ഞ് ഇങ്ങനെ ഈ പേനേനെ ആക്ഷേപിക്കുന്ന എന്തിനാ? എന്താ ആക്ഷേപം? ഇത് കിടക്കേണ്ട സ്ഥലം ഇതൊക്കെ തന്നെ. നിനക്ക് എന്തിന്റെ വട്ട? അതെ, നിന്നെ കൊണ്ട് ഞങ്ങൾക്ക് വലിയ ഉപയോഗമൊന്നുമില്ല. അതുകൊണ്ട് നീ അവിടെ എങ്ങനെ പോയി കിടക്ക്. ഇന്റർവ്യൂവിൽ ആകട്ടെ, നിന്നെ കാണിച്ചു തരുന്നുണ്ട് ഞങ്ങള്. എന്താ ഇവിടെ പ്രശ്നം? പല്ലവി അനുപമേ, നിങ്ങളെ കുട്ടികളെ ചെയ്തല്ല ഞങ്ങളുണ്ട്. 2 തല്ല് മേടിച്ചിട്ട് ഇരുന്നേച്ചാ മതി. പല്ലവി വാ, ഇന്റർവ്യൂലായി അവളെ ഒരുക്കണ്ടേ? അതെ, അവളൊന്ന് ഒരുക്കുക തന്നെ വേണം. സാധനങ്ങളെടുത്തിന്റെ പ്രകേവ അനുപമ പെട്ടെന്ന് ഞാൻ അവളൊന്ന് ചെറുതായിട്ട് വരട്ടെ, വെച്ചിട്ട് വരാം. ഇത് കണ്ടോ? ചൂരൽ കഷായം. പിന്നെ ഇത് കണ്ടോ? ഇതെന്താന്ന് മോൾക്കറിയാവോ? നിന്നെ ഞങ്ങള് സുന്ദരിയാക്കി തരാം. ഇതെന്താ? നിന്നെ ഞങ്ങള് മേക്കപ്പ് ചെയ്യാൻ പോവാ. നിനക്ക് സുന്ദരി മണിയാകണ്ടേ? വാ, നിനക്ക് ഞാൻ സുന്ദരിയാക്കി തരാം. എന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന? ഞാൻ നിങ്ങളോട് ഒന്നിനും വന്നില്ലല്ലോ. ഞാൻ ഇവിടെ ഇരുന്ന് പഠിക്കുമല്ലായിരുന്നോ? നീ എന്റെ സീറ്റിൽ കയറി ഇരിക്കാന്നൊക്കെ ഇപ്പൊ കാണിച്ചു തരാം. നിന്നെ ഞങ്ങൾ സുന്ദരിയാക്കി തരാം. നിങ്ങൾ എന്താ ചെയ്ത്? അങ്ങനെ നീ ഇപ്പൊ കഴുകണം. എന്തിനാ ഞാൻ ചെയ്തത്? ഞാൻ കഴുകുമല്ലായിരുന്നു. എന്തിനാത് കഴുകിയത്? നല്ല സുന്ദരിയായിരുന്നല്ലോ. ഇനിയാണ് അടുത്ത മോൾക്കിട്ടുള്ള പണി. തുടങ്ങാല്ലേ പല്ലവി? അതെല്ലോ അനുപമ, നമുക്കപ്പൊ തുടങ്ങിയാലോ? ആദ്യം തന്നെ ഞാൻ തന്നെ തുടങ്ങി വെച്ചാലോ? നല്ലൊരു ചുരൽ കഷായം. തല്ലല്ലേ, ഞാനൊന്നും ചെയ്തില്ലല്ലോ നിങ്ങളോട്. അയ്യോ, എന്നെ തല്ലല്ലേ. എന്ത് ധൈര്യത്തിലടി നീ വടി ഒടിച്ചു കളഞ്ഞത്? നിനക്ക് ഞങ്ങളുടെ വടി ഒടിക്കാൻ ഇത്ര ധൈര്യം ഇരിക്കുന്നോടി? പിന്നെന്താ നിങ്ങൾ കരുതിയത് ഞാൻ നിങ്ങളുടെ തല്ലുമഴക്കം കൊണ്ട് ഇവിടെ കഴിയണമെന്നോ? 2 ഞാൻ കാണിച്ചു തരാം. എവിടെ നിങ്ങളുടെ മേക്കപ്പ് സെറ്റ് എടുക്കട്ടെ. ഞാൻ 2 പേരെ ഞാനിപ്പൊ കാണിച്ചു തരുന്നുണ്ട്. നീ അങ്ങനെ നടി കാണിച്ചു വെച്ചത് എന്റെ മൂന്നോ ഞാൻ കഴിയണല്ലോ. ഇവിടെ ചെയ്തവര് ഇവിടെ നാളും ചെയ്യാൻ തുടങ്ങിയിരിക്കണല്ലോ. കണക്കാര് പാവപ്പെട്ടവര് അങ്ങനെ കാണാതെ എല്ലാവരെയും തുല്യരായി കണ്ട് സ്നേഹിക്കാൻ പഠിക്കുക.